നമസ്കാരം. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. കിഴക്കമ്പലത്തെ 2020 പാർട്ടി മുതലാളിയും കൂട്ടരും ബി.ജെ.പിയിലേക്ക് ചേർന്നു. ബി.ജെ.പിയിലേക്ക് ചേർന്നത് ED ഭയം കൊണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. കാണാം അതിന്റെ വിശദമായ വാർത്തകൾ. വിശ്വാസം വന്നില്ലേ? ഇപ്പൊ കാണിച്ചു തരാം. 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിന്റെ NDA മുന്നണി പ്രവേശനം ED അന്വേഷണത്തിനിടെ കോടികളുടെ വിദേശ നിക്ഷേപത്തിൽ സാബുവിനെതിരെ ഫെമ ചട്ടലംഘനത്തിന് ED കേസെടുത്തിരുന്നു. ചോദ്യം ചെയ്യലിന് നേരിട്ട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് 3 തവണ നോട്ടീസ് നൽകിയെങ്കിലും ഹാജരായില്ല. മുഴുവൻ രേഖകളും ഹാജരാക്കിയതുമില്ല. ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് 3 തവണയും സാബുവിനായി ഹാജരായത്. കേസിൽ EDയുടെ നടപടി കടുപ്പിക്കുന്നതിനിടെയാണ് 2020യുടെ NDA പ്രവേശനം. SS ശരണും TV പ്രസാദും ചേരുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ശരൺ. വെരി ഗുഡ് മോർണിംഗ് TV. അങ്ങനെ പാടാ ഇപ്പൊ എന്തായി? ഈ 2020 പാർട്ടിയിൽ വിശ്വസിച്ച് സാബു എം ജേക്കബിൽ വിശ്വസിച്ച അണികളുടെ അവസ്ഥ ആലോചിച്ച് സഹതാപം തോന്നുന്നു. ഈ സത്യം പറയാൻ പാടില്ലാത്തെങ്കിലും പറഞ്ഞു പോവാ. അതുപോലെ കാര്യമറിയാതെ പാവപ്പെട്ട അണികൾ, ഇപ്പൊ കുറച്ചുപേരേ ഉള്ളൂ, ബാക്കിയെല്ലാവരും പോയി. അണികൾ ഇദ്ദേഹത്തിന്റെ പുറകെ പോയി. എന്തോ സാബു എം ജേക്കബ് ബി.ജെ.പിയിലേക്ക് ചേർന്നത് നാടിനെ വളർത്താനാണ്, കേരളത്തെ ഗുജറാത്ത് ആക്കി മാറ്റാനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് പിറക്കെ പോയി. എന്റെ പൊന്നു പാവപ്പെട്ട അണികളെ, 2020യുടെ പാവപ്പെട്ട അണികളെ, നിങ്ങളെ ഓർത്ത് സഹതാപവും സങ്കടവും വരികയാണ്, ഒപ്പം പുച്ഛവും തോന്നുകയാണ്. സത്യം എന്തിനാണെന്നറിയോ? സാബു എം ജേക്കബ് പാർട്ടി തുടങ്ങി എന്തിനാണ്? ബുദ്ധിയുള്ള നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ബുദ്ധി ഉള്ള നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സാബു എം ജേക്കബ് എന്തിനാ പാർട്ടി തുടങ്ങിയത്? കിഴക്കമ്പലത്തെ തന്റെ കമ്പനിയിലെ മാലിന്യം അവിടെയുള്ള ഓടയിലേക്ക് ഒഴുക്കിയപ്പോ അതിനെതിരെ അന്നുണ്ടായിരുന്ന കിഴക്കമ്പലത്തെ പഞ്ചായത്ത് ഭരണസമിതി മെമ്മോ കൊടുക്കുകയും അത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. അതിനെ മറികടക്കാനാണ് 2020 പാർട്ടി തുടങ്ങിയത്. അതായത് കമ്പനിയുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന എല്ലാത്തിനെയും ഒഴിവാക്കി മുമ്പോട്ട് പോകാനാണ് 2020 പാർട്ടി തുടങ്ങിയത്, അല്ലെ? അതിനുശേഷം ഇവർക്ക് CSR ഫണ്ട് ഉണ്ടല്ലോ, അപ്പൊ അതെങ്ങനെയെങ്കിലും ഇവർക്ക് കൊടുത്തേ പറ്റൂ. CSR ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഏതൊരു കമ്പനിയാണെങ്കിലും ആ കമ്പനിയുടെ ഇത്ര ലാഭവിഹിതം പാവങ്ങൾക്കായി ചാരിറ്റിക്കായി കൊടുക്കണം. അപ്പൊ അവർക്ക് ഫണ്ടുണ്ട്. ആ ഫണ്ട് ഇവർക്ക് എന്തായാലും കൊടുത്തേ പറ്റൂ. അതെങ്ങനെ കൊടുത്തു? കിഴക്കമ്പലത്ത് ഒരെണ്ണം കിഴക്കമ്പലത്ത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങി 1.5 വർഷം കൊണ്ട് പൂട്ടിക്കെട്ടുകയും ചെയ്തു, അല്ലെ? ഇവരുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കാതെ ഇവർക്ക് കമ്പനി എങ്ങനെ വളർത്തിയെടുക്കാമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു സംഭവമാണ് പുള്ളി ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും നാൾ വരെ. അത് ജനങ്ങൾ മനസ്സിലാക്കി കേട്ടോ. ജനങ്ങളിൽ കുറെ പേര് മനസ്സിലാക്കി. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അടപടലം 2020 പാർട്ടി അങ്ങ് തോപ്പിച്ചു. ഉള്ള പഞ്ചായത്തിന്റെ ഭരണമൊക്കെ പോയി. ഇപ്പൊ 1-2 പഞ്ചായത്ത് മാത്രം ഭരിക്കുന്നു. അത് ഭൂരിപക്ഷമില്ലാതെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ 2020 പാർട്ടിയുടെ അവസ്ഥ. ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് വരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ ED. എന്തിനാണെന്നറിയോ? കോടികളുടെ വിദേശ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട്, ഓഹരി സ്വീകരിച്ചുകൊണ്ട് ബിസിനസ് ചെയ്തു. അതിന്റെ കണക്ക് കാണിക്കാൻ പറഞ്ഞു. 1 തവണ പറഞ്ഞു, 2 തവണ പറഞ്ഞു, 3 തവണ പറഞ്ഞു. കണക്ക് കാണിക്കാൻ കണക്കില്ല. സാബുവിനെ 3 തവണ വിളിപ്പിച്ചു. പക്ഷെ സാബു ചെന്നില്ല. കണക്ക് കാണിക്കാൻ അങ്ങനെ ചെല്ലാൻ പറ്റും? പിടിച്ചകത്ത് കത്തില്ലേ? അപ്പൊ എന്ത് ചെയ്തു? അടവ് നയം. കമ്പനി വളർത്തണം, കമ്പനിയെ പിടിക്കാൻ പാടില്ല, കമ്പനിയുടെ കള്ളത്തരങ്ങൾ ഒരിക്കലും പിടിക്കപ്പെടാൻ പാടില്ല, പിടിച്ചാലും സേഫായി നിൽക്കണം എന്നുള്ളത് കൊണ്ട് അതൊക്കെ പ്ലേറ്റ് മാറ്റി 2020 എന്ന പാർട്ടി ബി.ജെ.പിയിലേക്ക് അങ്ങ് ചേർന്നു. ED ബി.ജെ.പിയുടെ ഒരു ആയുധമാണല്ലോ. EDയെ കാട്ടിയാണല്ലോ സകല നേതാക്കന്മാരെയും ബി.ജെ.പിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പൊ ഇതാ തെളിവ് കൂടി കിട്ടിയിരിക്കുന്നു. 2020 മുതലാളി സാബു ബി.ജെ.പി ചേർന്നത് EDയെ പേടിച്ചിട്ട, EDയുടെ കേസിനെ പേടിച്ചിട്ട. പാവ ഒരു മുതലാളിയുടെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ആരും ഈ പാർട്ടി വിട്ടു പോകരുത്. 2020 അടികളെ, നിങ്ങൾ ഈ പാർട്ടി വിട്ടു പോകരുത്. പാവം 2020 മുതലാളിയുടെ കഷ്ടപ്പാടിന്റെയും ദുരിതത്തിന്റെയും അവസ്ഥ ഓർത്ത് നിങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിൽക്കണം. ഇനി ഒരാളും പാർട്ടി വിടരുത്. അദ്ദേഹത്തിനെതിരെ EDയുടെ അറസ്റ്റ് ഭയന്ന്, തന്റെ സ്വത്തൊക്കെ കണ്ടു കിട്ടുമോ എന്ന് ഭയന്നാണ് ബി.ജെ.പിയിൽ ചേർന്നത്. അല്ലാതെ ബി.ജെ.പിയോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ നാടിനെ വളർത്താനോ ഒന്നും അല്ല. പാവം സാബു, അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിങ്ങൾ നിൽക്കട്ടെ. 2020 പ്രവർത്തകർ ഒരിക്കലും അദ്ദേഹത്തെ വിട്ടു പോരുത്. എന്റെ പൊന്നു സാബു ചായ, താങ്കൾ പാർട്ടിയിലേക്ക് ചേർന്നു. ഉള്ളത് തുറന്നു പറഞ്ഞാൽ പോരെ? ഉള്ള കാര്യം സ്വന്തം അണികളോട് തുറന്നു പറഞ്ഞാൽ പോരെ? ഇപ്പൊ തന്നെ താങ്കളുടെ പാർട്ടിയിൽ നിന്നും ഒരുപാട് ആളുകൾ
കൊഴിഞ്ഞ് മറ്റു പാർട്ടികളിലേക്ക് പോയി കഴിഞ്ഞു. ഇപ്പൊ കുറച്ച് വിരലെണ്ണാവുന്ന കുറച്ച് പേരിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം, അത് തുറന്നു പറയണമായിരുന്നു. എൻ്റെ കമ്പനിക്ക് ED നോട്ടീസ് വന്നു, ഒന്നല്ല 2 അല്ല 3 തവണ വന്നു. ഇനി എന്നെ അവർ പിടിച്ചോണ്ട് പോകും. എനിക്ക് കോടികളുടെ കണക്ക് കാണിക്കാൻ വഴിയില്ല. അത് കള്ളപ്പണമായിരുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഉള്ള കോടികളായിരുന്നു എനിക്ക് വന്നത്. ഞാനതിട്ട് കച്ചവടം ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാൻ കോടികൾ എൻ്റെ കുടുംബത്തിന് വേണ്ടി ലാഭമുണ്ടാക്കുകയാണ്. ഇനി എനിക്ക് ഈ നിലയിൽ തുടർന്നാൽ BJPയുടെ ED വന്ന് എന്നെ കൊണ്ടുപോകും, എൻ്റെ സ്വത്ത് കണ്ടുകെട്ടും, എൻ്റെ കമ്പനികൾ പൂട്ടും, എൻ്റെ കോടികൾ ഇല്ലാതാകും എന്ന് സ്വന്തം അണികളോട് തുറന്നു പറഞ്ഞിട്ട് BJPയിലേക്ക് പോയിരുന്നെങ്കിൽ സങ്കടമില്ലായിരുന്നു. ഇത് അവരെ പറ്റിച്ചുകൊണ്ട്, ഈ ഒരു രഹസ്യം, ഈ ഒരു കേസിന്റെ കാര്യം മറച്ചു വെച്ചുകൊണ്ട് BJPയിലേക്ക് പോയപ്പോഴാണ് ഒരു മോശം കാര്യമായി പോയത്. അറ്റ്ലീസ്റ്റ് സ്വന്തം അണികളോടെങ്കിലും വേണ്ട, സ്വന്തം പാർട്ടിയുടെ നേതാക്കന്മാരോടെങ്കിലും ഒന്ന് പറയണ്ടേ, എനിക്ക് EDയുടെ പ്രശ്നമുണ്ട്, ഞാൻ BJPയിലേക്ക് പോവുകയാണെന്ന് പറയണ്ടേ. താങ്കൾ അതും പറഞ്ഞില്ല, അതും ഒളിച്ചു വെച്ച് ഇപ്പോ മീഡിയയാണ് പൊക്കിയെടുത്തത്. മീഡിയ പൊക്കിയെടുത്തോണ്ട് കാര്യങ്ങൾ അറിഞ്ഞ് താങ്കൾ BJPയിലേക്കുള്ള പോകാനുള്ള കാരണം വ്യക്തമായി അല്ലേ? ഇതാണ് സംഭവം. ഇത്രേ ഉള്ളൂ. ED തന്നെയാണ്. അത്യാവശ്യം തട്ടിപ്പും വെട്ടിപ്പുള്ള നേതാക്കന്മാരൊക്കെ കരുതിയിരുന്നോളൂ, നിങ്ങളുടെ അടുത്തും ED വരും, നിങ്ങളെയും പൊക്കിയെടുത്ത് BJPയിലേക്ക് ചേർക്കും. ED എന്ന് പറഞ്ഞാൽ ഒരു പേടി തന്നെയാണ്.